ഇല്ല, എനിക്ക് വഴി തെറ്റിയിട്ടില്ല. ഞാൻ ആ ചുവന്ന റിബൺ നോക്കിയാണ് നടന്നത്. പക്ഷേ ഈ മരം, ഇത് ഞാൻ നേരത്തെ കണ്ടതല്ലേ? ഇതിന് ചുറ്റും തന്നെയല്ലേ ഞാൻ കഴിഞ്ഞ 1 മണിക്കൂറായി നടക്കുന്നത്? ഫോണിൽ സിഗ്നലില്ല. കോമ്പസ് ഭ്രാന്ത് പിടിച്ച പോലെ കറങ്ങുകയാണ്. എവിടെ നോക്കിയാലും മരങ്ങൾ മാത്രം. ഇവിടെ കാറ്റില്ല, പക്ഷികളില്ല. പക്ഷേ ആരോ എൻ്റെ തൊട്ടു പിന്നിലുള്ളതുപോലെ. ഞാൻ നടക്കുമ്പോൾ എൻ്റെ കൂടെ ആരോ നടക്കുന്നുണ്ട്. ഞാൻ നിൽക്കുമ്പോൾ അവരും നിൽക്കുന്നു. ഇവിടെ കാറ്റില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? പിന്നെ എങ്ങനെയാണ് ആ മരക്കൊമ്പിലെ കയർ മാത്രം ഇങ്ങനെ ആടുന്നത്? ആരോ എന്നെ നോക്കി ചിരിക്കുന്നുണ്ട്. ഈ കാട് എന്നെ തിരിച്ചു വിടില്ല. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആത്മഹത്യ ചെയ്യുന്ന ഇടം, കോമ്പസുകൾ പോലും തോറ്റുപോകുന്ന കാന്തിക വലയം, മരിച്ചവർ ഇന്നും മരങ്ങൾക്കിടയിൽ ഒളിച്ചിരിക്കുന്ന ജപ്പാനിലെ ആ ഭീകര ലോകം, അയോഗിഗഹാര. നിങ്ങൾ നിൽക്കുന്നത് നിബിഡമായ ഒരു വനത്തിനുള്ളിലാണെന്ന് സങ്കല്പിക്കുക. ചുറ്റും കൂറ്റൻ മരങ്ങൾ. പക്ഷേ ഒരു പ്രത്യേകതയുണ്ട്. അവിടെ പക്ഷികളില്ല, പ്രാണികളുടെ ശബ്ദമില്ല. കാറ്റുപോലും മരങ്ങൾക്കിടയിൽ തട്ടി നിൽക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും നിശബ്ദമായ ഇടം. പക്ഷേ ആ നിശബ്ദതയ്ക്കൊരു ഭീകരതയുണ്ട്. നിങ്ങൾ സ്വന്തം ശ്വാസമെടുക്കുന്ന ശബ്ദം പോലും അവിടെ പ്രതിധ്വനിക്കും. സ്വാഗതം ജപ്പാനിലെ അയോഗിഗഹാരയിലേക്ക്. പക്ഷെ ലോകം ഇതിനെ വിളിക്കുന്നത് മറ്റൊരു പേരാണ്: ആത്മഹത്യാ കാട്. ഈ കാടിനുള്ളിൽ കാലുകുത്തിയാൽ നിങ്ങളുടെ കയ്യിലുള്ള കോമ്പസ് ഭ്രാന്ത് പിടിച്ചതുപോലെ കറങ്ങാൻ തുടങ്ങും. ഭൂമിക്കടിയിലെ കാന്തിക ശക്തി നിങ്ങളുടെ എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളെയും നിശ്ചലമാക്കും. അവിടെ വഴിതെറ്റിയാൽ നിങ്ങളെ സഹായിക്കാൻ ആരും വരില്ല. കാരണം ഈ കാട് ഒരു ചതിക്കുഴിയാണ്. പണ്ടുകാലത്ത് ജപ്പാനിൽ പട്ടിണി പടർന്നു പിടിച്ചപ്പോൾ, മക്കളെ വളർത്താൻ വഴിയില്ലാതെ വരുമ്പോൾ വീട്ടിലെ പ്രായമായവരെ കൈപിടിച്ച് ഈ കാടിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമായിരുന്നു. എന്നിട്ട് അവരെ അവിടെ തനിച്ചാക്കി മക്കൾ മടങ്ങും. ആ പാവം മനുഷ്യർ അവിടെ വിശന്നു കരഞ്ഞു മരിക്കും. ജപ്പാൻകാർ വിശ്വസിക്കുന്നത് ആ മരിച്ചവരുടെ ആത്മാക്കൾ, അവർ അതിനെ യുറേ എന്ന് വിളിക്കുന്നു, ഇന്നും ആ മരങ്ങൾക്കിടയിൽ ഒളിച്ചിരിപ്പുണ്ടെന്നാണ്. അവിടെ പോകുന്ന സഞ്ചാരികൾ ഒരു കാര്യം ശ്രദ്ധിക്കാറുണ്ട്: മരങ്ങളിൽ വരിവരിയായി കെട്ടിയിട്ടിരിക്കുന്ന മഞ്ഞയും ചുവപ്പും ടേപ്പുകൾ. തങ്ങൾ വന്ന വഴി മറക്കാതിരിക്കാൻ ആളുകൾ കെട്ടുന്നതാണത്. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത് മറ്റൊന്നാണ്. നിങ്ങൾ ആ ടേപ്പ് പിന്തുടർന്ന് നടന്നാൽ അത് നിങ്ങളെ തിരികെ കാടിന് പുറത്തെത്തിക്കില്ല. പകരം എവിടെയോ മരക്കൊമ്പിൽ തൂങ്ങി നിൽക്കുന്ന ഒരു മൃതദേഹത്തിലേക്കോ, അതല്ലെങ്കിൽ പായൽ പിടിച്ചു തുടങ്ങിയ ഒരു തലയോട്ടിക്കരികിലേക്കോ ആയിരിക്കും ആ ടേപ്പ് നിങ്ങളെ കൊണ്ടുചെന്നെത്തിക്കുക. ആരോ ആ ടേപ്പുകൾ അഴിച്ചു മാറ്റി നിങ്ങളെ മരണത്തിലേക്ക് വഴിതിരിച്ചു വിടുന്നത് പോലെ. ഇതൊന്നും അന്ധവിശ്വാസങ്ങളല്ല. ഓരോ വർഷവും ജപ്പാൻ ഗവൺമെന്റ് ഈ കാടിനുള്ളിൽ നിന്ന് പുറത്തെടുക്കുന്നത് 100 കണക്കിന് മൃതദേഹങ്ങളാണ്. ചിലത് മാസങ്ങൾ പഴക്കമുള്ളവ, ചിലത് വെറും എല്ലിൻ കൂടുകൾ. അവിടുത്തെ ഫോറസ്റ്റ് ഗാർഡുമാർ പറയുന്നൊരു കാര്യമുണ്ട്: രാത്രിയിൽ കാവലിരിക്കുമ്പോൾ കാടിനുള്ളിൽ നിന്ന് ആരോ സംസാരിക്കുന്നത് കേൾക്കാം. അത് കാറ്റാണെന്ന് കരുതി തള്ളിക്കളയാൻ വരട്ടെ. അവർ കേൾക്കുന്നത് മരിച്ചുപോയവർ പരസ്പരം മന്ത്രിക്കുന്നതാണത്രേ. ഒരു രാത്രി നിങ്ങൾ ആ കാട്ടിൽ ഒറ്റപ്പെട്ടു പോയെന്നു കരുതുക. മരങ്ങൾക്കിടയിലൂടെ ആരോ നിങ്ങളെ നോക്കി ചിരിക്കുന്നത് പോലെ തോന്നും. നിങ്ങളുടെ പുറകിൽ ഒരാൾ നടക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പാണ്. പക്ഷെ തിരിഞ്ഞു നോക്കിയാൽ ആരുമില്ല. അയോഗിഗഹാര നിങ്ങളെ കൊല്ലുകയല്ല ചെയ്യുന്നത്, പകരം അത് നിങ്ങളെ ഭ്രാന്ത് പിടിപ്പിക്കും. അതുകൊണ്ടാണ് ആ കാടിൻ്റെ തുടക്കത്തിൽ ഇങ്ങനെ ഒരു ബോർഡ് വെച്ചിരിക്കുന്നത്: ദയവായി തിരിച്ചു പോവുക, നിങ്ങളുടെ ജീവൻ വിലപ്പെട്ടതാണ്. ഇത്രയൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, ഇതിൻ്റെ പിന്നിലെ യഥാർത്ഥ സത്യമെന്ത്? വെറും പ്രേതകഥകൾ മാത്രമാണോ അയോഗിഗഹാരയെ ഇത്ര ഭീകരമാക്കുന്നത്? ശാസ്ത്രത്തിന് ഇതിനെക്കുറിച്ച് ചിലത് പറയാനുണ്ട്. സത്യമൊന്ന്: കാന്തിക രഹസ്യം. ഈ കാടിനടിയിലുള്ളത് ലാവ തണുത്തുറഞ്ഞുണ്ടായ അഗ്നിപർവ്വത പാറകളാണ്.
ഇതിലടങ്ങിയിരിക്കുന്ന ഇരുമ്പാണ് അസംഖ്യം കോമ്പസുകൾ തെറ്റിക്കുന്നത്. അതുകൊണ്ട് അവിടെ വഴിതെറ്റുന്നത് അത്ഭുതമല്ല, മറിച്ച് ഭൂമിശാസ്ത്രപരമായ ഒരു പ്രതിഭാസമാണ്. നിരാശയുടെ ഭീകരത. അവിടുത്തെ മരങ്ങൾക്കിടയിൽ വായുസഞ്ചാരം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ശബ്ദം പോലും പുറത്തേക്ക് പോകില്ല. ഈ അമിതമായ നിശബ്ദത മനുഷ്യന്റെ തലച്ചോറിനെ മിഥ്യാഭ്രമങ്ങളിലേക്ക് നയിക്കും. ഒറ്റപ്പെട്ടിടത്ത് രൂപങ്ങൾ കാണുന്നതും ശബ്ദങ്ങൾ കേൾക്കുന്നതും നമ്മുടെ മനസ്സിന്റെ തോന്നലുകളാകാം. പക്ഷേ ശാസ്ത്രത്തിന് വിശദീകരിക്കാൻ കഴിയാത്ത ചില കാര്യങ്ങൾ ഇപ്പോഴുമുണ്ട്. അവിടുത്തെ മരങ്ങളിൽ കെട്ടിയിടുന്ന റിബണുകൾ തനിയെ അഴിഞ്ഞു വീഴുന്നതും ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ഒരാളുടെ മനസ്സ് മാറിയോടി രക്ഷപ്പെടാൻ നോക്കുമ്പോൾ ആരോ അവരെ തടയുന്നത് പോലെ തോന്നുന്നതും ഇന്നും ഒരു നിഗൂഢതയാണ്. ജാപ്പനീസ് മിത്തോളജി പ്രകാരം ഈ കാട് ഒരു ജീവനുള്ള വനം ആണ്. ഓരോ മനുഷ്യനും വിഴുങ്ങുമ്പോഴും ആ കാടിന്റെ ശക്തി കൂടുന്നുവെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അവിടുത്തെ ഓരോ മരവും മരിച്ചു പോയവരുടെ ആത്മാക്കളാണെന്നും അവർ അവിടെ എത്തുന്നവരോട് സംസാരിക്കുമെന്നും വിശ്വസിക്കുന്നു. ഒരുപക്ഷെ അയോഗിഗഹാര എന്നത് വെറും ഒരു വനമല്ലായിരിക്കാം. അത് മരിച്ചവർക്ക് വേണ്ടി പ്രകൃതി ഒരുക്കിയ ഒരു ഇടമായിരിക്കാം. ശാസ്ത്രം പറയുന്നതാണോ അതോ നാട്ടുകാർ പറയുന്നതാണോ ശരിയെന്ന് ഇന്നും ആർക്കും അറിയില്ല. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അത് വെറും തോന്നലുകൾ മാത്രമാണോ അതോ ആ കാടിനുള്ളിൽ ഇന്നും ആത്മാക്കൾ അലഞ്ഞു നടക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇത്തരം നിഗൂഢമായ കഥകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. വീണ്ടും കാണാം.